ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ജസ്റ്റ് ഒരു Q&A പോലെയാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അതിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ തമ്മിലൊരു അന്തർധാരണ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സെൽഫ് ഇൻട്രോ പോലെ നിങ്ങളോട് പറയാമെന്നുള്ളതിലാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ. പിന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫാസാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു മടിയൊക്കെ ഉണ്ട്. അപ്പം ചോദ്യങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാം. പേരെന്താണ്? നിങ്ങളെ കുറിച്ച് കുറച്ച് ഇത് ഇന്റർവ്യൂ അങ്ങനെയല്ല, നോർമലായിട്ട് ചോദിക്കി. എൻ്റെ പേരെന്താണ്? അപ്പൊ ഞാനൊരു പുറത്തുള്ള ഒരാൾ എന്നുള്ള ലെവലില് ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ പേരെന്താണ്? നിങ്ങളെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ, എവിടെയാണ് സ്ഥലം, എല്ലാ ഡീറ്റെയിൽസുകളും ഒന്ന് പറയണം. എൻ്റെ പേര് ജൽവാസ്ന. എൻ്റെ വീട് വന്നിട്ട് കോഴിക്കോടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഗ്രാഫിക് ഡിസൈനർ പ്ലസ് മാർക്കറ്റിംഗ് സ്റ്റാഫാണ്. ഇപ്പോൾ വർക്ക് ചെയ്യണത് നമ്മുടെ സ്വന്തം കമ്പനിയിൽ തന്നെയാണ്. കമ്പനി മീൻസ് ഫാസിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഫാമിലിനെ കുറിച്ചും ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇമ്മ, ഇപ്പ, അനിയന്, താത്തൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഒരു മോളുണ്ട്, ജൂബ മോളിൻ്റെ വീഡിയോസിലൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു ഫാമിലി ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ജോലിൻ്റെ ആവശ്യമായിട്ട് ഇവിടെ എറണാകുളത്താണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചോ. ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്? യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ മോട്ടീവ് ചെയ്യണത് ഒന്നിൻ്റെ അമ്മയും ഒന്ന് ഫാസും തന്നെയാണ്. അവരിങ്ങനെ പറയും എപ്പോഴും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയുണ്ട്. അപ്പം അങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്. പണ്ടേ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവലുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇതിലിങ്ങനെ ചെയ്തു പോരുന്നതാണ്. യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എന്താണ്? നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം, പിന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടണം, അതൊക്കെ തന്നെ ലക്ഷ്യമുള്ളൂ. എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾ ഇടാൻ ശ്രമിക്കുന്നത്? എന്ത് ടൈപ്പ്? ഇന്ന വ്ളോഗ് എന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനൽ കൊണ്ട്? അല്ല, ആരുടെ എന്ത് ടൈപ്പ് എന്ന് വെച്ചാല് അങ്ങനെ ഇന്ന ഒരു കണ്ടന്റ് എന്നുള്ളത് മാത്രമല്ല, നമ്മളെ പേജിൽ എല്ലാം ഉണ്ട്. അതായത് ഞാൻ കുക്കിംഗ് അധികം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, അല്ലാതെ ഡെയിലി വീഡിയോസ് ഉണ്ട്. അപ്പം ലോങ് വീഡിയോസ് വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നത്, അധികം ഷോർട്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മെല്ലെ മെല്ലെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ, ഈറ്റിംഗ് ചലഞ്ച്, ഫുഡ് ചലഞ്ച്, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞതാണോ? കഴിഞ്ഞിട്ട് എത്രയായി? കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 months ആയി. കഴിഞ്ഞ 2026 ഡിസംബറിലേന് ലാസ്റ്റിക്കേന് കല്യാണം കഴിച്ചത് മലപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിക്കോട്, പിന്നെ കല്യാണം കഴിച്ചത് മലപ്പുറം. അവിടെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വേർഷനാണ് കേട്ടോ ഞാൻ. എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? അല്ല, അത് പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ. ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട്. എറണാകുളത്ത് എന്ത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? എന്ത് ഡിസൈനിങ് ആണ് ചെയ്യുന്നത്? ഗ്രാഫിക് ഡിസൈനിങ് ആണ് വർക്ക് ചെയ്യണത് വെച്ചാൽ ടീഷർട്ടിന്റെ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. അപ്പം നമ്മളെ സ്വന്തം കമ്പനി തന്നെയാണ്. ഇതിപ്പോൾ പ്രൊമോഷനായി പോകും, കൂടുതൽ പറയണില്ല. നമ്മൾ ടീഷർട്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവിടുത്തെ ഡിസൈനറും പിന്നെ മാർക്കറ്റിംഗ് സ്റ്റാഫുമാണ്. പിന്നെ വേറെ എന്ത് കാര്യങ്ങൾ പറയാനുള്ളേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ദിവസം നമ്മളധികം വീഡിയോ ഇടാൻ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു. ഓണാണേ.
ഇപ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കും നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ, വെറുതെ ഇങ്ങനെ ഇതായിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ അടുത്ത് നിന്ന് നിങ്ങൾ എന്ത് വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇന്നത് ചെയ്യണം, വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ടിൻ്റെ ഇതിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കമൻ്റ് ആയിട്ട് അതിൻ്റെ അടിയിൽ പറയുക, കമൻറ്റ് ചെയ്യുക, ഇന്നത് ചെയ്യോ അത്. അപ്പം നമുക്ക് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം കപ്പിൾ വ്ളോഗ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ് നമ്മളെ കപ്പിളിന്. അപ്പം അതൊക്കെ മാറ്റിയിരിക്കണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും Q&A ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പല വീഡിയോകളുമായി ഞങ്ങൾ വരും. അതെ, ട്രാവലിംഗ് ആയിട്ടും ഫുഡ് ചലഞ്ച് ആയിട്ടും ഇനിയും കുറെ ആൾക്കാർ വരാം ചാനലിൽ. അതെ അതെ. അങ്ങനെ അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളിങ്ങനെ മുന്നോട്ട് മെച്ചപ്പെടുത്തണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം കൂടെ നിങ്ങളെ സപ്പോർട്ടും വേണം. അപ്പം നിങ്ങൾ എന്തേലും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അതായത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ കമൻസിലായാലും കൂടുതലൊന്നും ആരും ആക്റ്റീവ് ആവാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നി. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെന്താ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.